ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അത് കട്ട് ചെയ്ത് ഞാൻ ഈ ചെയ്തതിൽ ഒരു പക്ഷേ തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആ വീഡിയോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുമ്പം നമ്മുടെ വണ്ടിയുടെ ആ ഒരു എയർ സെക്ഷൻ വാൾവ് ഉണ്ടല്ലോ, അതായത് വണ്ടിക്ക് ഒന്നും കൂടെ എക്സ്ട്രാ എയർ കൊടുക്കുന്നതും അതുപോലെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്, എയർ സെക്ഷൻ വാൾവ് എന്ന് പറയും അതിന്. അപ്പോൾ ഈ കാണുന്ന സാധനമായിരിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ സ്പ്ലെൻഡറിനൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് വണ്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു പഴയ വണ്ടികൾ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിളായിരിക്കണം, ഒരുപാട് സാധനങ്ങൾ വന്ന് തിങ്ങി നിറയാതെ ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ ഈ ഒരു പൊസിഷനിൽ കയറുമ്പോൾ വലിയൊരു ഹോൾ പോലെയൊക്കെ കണ്ട് ചിലർക്ക് അതായിരിക്കും താല്പര്യം, ചിലർക്ക് ഇങ്ങനെ തിങ്ങിക്കുന്നവരും താല്പര്യം. പക്ഷേ ഞാനിങ്ങനെ ആ ഒരു സംഭവം ഒഴിവാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ചെയ്യാനുള്ള പ്ലാന് സംഭവമൊക്കെ വന്ന് അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആ ഒരു സാധനം ഇല്ല, അത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് എനിക്കിങ്ങനെ എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്ത് കൂടാന്ന് ആലോചന വന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തിനുള്ളതാണ്, അതുപോലെ ഇതുകൊണ്ട് എന്താണ് വണ്ടിക്ക് ഉപകാരം, നിലവിൽ ഇപ്പോഴും അത് യൂസ് ചെയ്തുകൊണ്ട് നിന്നാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം എന്ന് പറയുമ്പം നമ്മുടെ വണ്ടി സർവീസൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ ഒരു പീരിയഡിൽ അത് ക്ലീൻ ചെയ്യുക, അതിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തു വരികയാണെങ്കിൽ നമ്മളിപ്പോഴും അത് യൂസ് ചെയ്യുന്നതിൽ നമുക്ക് ഉപകാരമുണ്ട്. വണ്ടിയുടെ പൊല്യൂഷൻ കുറയും, അതുപോലെ മൈലേജ് ഇമ്പ്രൂവ് ആവും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യം എനിക്കറിയില്ല. മെയിനായിട്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വണ്ടിയാണെങ്കിൽ നിങ്ങളത് എടുത്ത് കളയണ്ട, അതിനുള്ള ബെനിഫിറ്റ്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി നിർത്തിയിട്ട് വണ്ടിക്ക് ഒരുപാട് ദോഷങ്ങളൊന്നുമില്ല. ഇപ്പം നിലവിൽ എൻ്റെ വണ്ടിയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ വണ്ടിയിൽ അത് കിടക്കുന്നതും കിടക്കാത്തതും കണക്കാണ്. കാരണം ഞാനത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതാരും മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ പോകുന്നൊരു സാധനം ആയതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് കളയാം, അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിലോട്ട് നിന്നതാണ്. അതെങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് എന്താ പറയുക ക്ലോസ് ചെയ്യാം, അതായത് അത് ഒഴിവാക്കിയിട്ട് ആ ഒരു 3 പോർഷനിലായിട്ട് നമുക്കൊരു ഹോളൊക്കെ വരും. അതായത് ഇത് കണക്റ്റായി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഒരു മോട്ടർ കണക്റ്റായി നിൽക്കുന്ന ഒന്ന് അതിൽ നിന്നൊരു പൈപ്പ് എയർ ഫിൽറ്ററിലോട്ടുണ്ട്, മറ്റൊന്ന് അതിൽ നിന്നൊരു പൈപ്പ് എഞ്ചിനിലോട്ടും ഉണ്ട്. പിന്നെ മൂന്നാമതൊരു സംഭവം ഉണ്ട്, അത് 2000 മോഡൽ വണ്ടിക്കൊന്നും അത് കാണാറില്ല, ഇത് 2010 ആയതുകൊണ്ടുണ്ട്. അതായത് കാർബറേറ്ററിൽ നിന്നൊരു പൈപ്പ് ഇങ്ങനെ എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഒരു പോർഷനിലോട്ട് പോകും, അപ്പോൾ അതിൽ നിന്നൊരു പൈപ്പ് നേരെ വരുന്നുണ്ട്. അങ്ങനെ 3 പൈപ്പ് എൻ്റെ വണ്ടിയിലുണ്ട്. പക്ഷേ ഇതൊരു 2000 മോഡലൊക്കെ ആകുമ്പോൾ അതിൽ 2 ടൈപ്പ് ഉണ്ടാവുള്ളൂ, ഈ ഒരു ഹോൾ അതിലുണ്ടാവില്ല. ശരിക്കും ഇതെടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു 3 ഹോളും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒഴിവാക്കിയിട്ട് ഈ ഒരു ഹോളുകൾ ഓപ്പൺ ആയിട്ട് ഓടരുത്, അതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഹോള് ഞാൻ ക്ലോസ് ചെയ്തതെന്ന് പറയുമ്പം ഈ ഒരു പൊസിഷനിൽ ഹോളാണ്. അപ്പോൾ ഈ ഒരു ഹോൾ ഞാൻ ക്ലോസ് ചെയ്തത് ഓൾറെഡി അതിൽ നിന്നുള്ള ഒരു പൈപ്പിലോട്ട് ഒരു സമയത്ത് തന്നെ അതിനുള്ളിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. അതായത് എയർ ഫിൽറ്ററിൽ നിന്ന് എഞ്ചിനിലോട്ട് എയർ കൊടുക്കുന്ന ഒരു വയറുണ്ട്, ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു പൈപ്പ് ഓൾറെഡി ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാനത് അതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത ഭാഗം അതുപോലെ തന്നെ അവിടെ വെച്ചു. ഒന്നാമത്തെ ഹോൾ ഞാൻ അങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. രണ്ടാമത്തെ എന്ന് പറയുമ്പം കാർബറേറ്ററിൽ നിന്ന് എഞ്ചിനിലോട്ട് പോകുന്ന ഒരു സംഭവമാണ്, അതിൽ നിന്ന് ചെറിയൊരു ഹോളിൽ ഒരു എയർ പോകാനുള്ളൊരു സംഭവമുണ്ട്. അത് ഞാനിങ്ങനെ ക്ലോസ് ചെയ്തതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കണക്റ്റായി കിടക്കുന്ന ആ ഒരു ഹോസ് തന്നെ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിലോട്ട് ബൗൾസ് ഉണ്ടാവുമല്ലോ നമ്മളെ ബെയറിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത്, ആ ഒരു ബൗൾസ് ഇട്ടിട്ട് അത് അവിടെ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ ഹോള് ഞാൻ അങ്ങനെയാണ് ക്ലോസ് ചെയ്തത്. മൂന്നാമത്തേതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൂന്നാമത്തെ ഹോള്. അപ്പോൾ അത് ഞാൻ ക്ലോസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടെമ്പററി ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതായത് അപ്പോൾ ചെയ്ത സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനൊരു വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്ത സംഭവമൊന്നുമല്ല. ഞാൻ എൻ്റെ കമ്പനിക്കാരനെ കാത്തിക്കുന്നു എൻ്റെ വർക്ക്ഷോപ്പിൽ എനിക്ക് ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓനിങ്ങനെ വരാതായപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, എനിക്കിങ്ങനെ തോന്നി അത് അയച്ചാലോ അങ്ങനെയൊക്കെ തോന്നി. ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്പാനർ എടുത്ത് ഞാനങ്ങോട്ട് അയച്ചു, അങ്ങനെ എന്തുണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് സമയമല്ലേ ഇനി ഈ ഒരു എൻജിൻ കാർഡൊക്കെ ഊരിയിട്ട് പ്രോപ്പറായിട്ട് മൂന്നാമത്തെ ഹോളിൻ്റെ ആ ഒരു പോർഷനിലുള്ള സാധനം ഊരിയിട്ട് അത് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി ഗ്യാസ് വെൽഡ് ചെയ്ത് എടുക്കണം. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അതിനുള്ള സമയമില്ലാത്ത കാരണം ഞാനിപ്പോൾ ടെമ്പററി ചെയ്തത് ഇങ്ങനെയാണ്. പക്ഷേ ഞാനത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സാധനം, തയ്ച്ചെടുത്ത സാധനം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് ഈ ഒരു സൈഡ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ് ആയിരിക്കും. ഇത് നേരെ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു സാധനമുണ്ട് ഗ്യാസ്കറ്റ്, ആ ഗ്യാസ്കറ്റ് ഇട്ടിട്ട് നേരെ ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആണ് ആ ഒരു സംഭവം മാറ്റി കഴിഞ്ഞ ശേഷമുള്ള ലുക്ക്. പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒരുപാട് മാറ്റമൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഒരു കിക്കറൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബിഫോറിൻ്റെ ആ ഒരു ലുക്ക് കൊടുക്കാം, എൻ്റെ വണ്ടിയുടെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ഇവിടെ ഒരു സ്പേസ് വരുന്നില്ലേ,
പക്ഷേ ഈ ഒരു സാധനം ഒതുക്കി നിർത്താൻ നോക്കിയിട്ട് പറ്റണില്ല കേട്ടോ. ഇതും കൂടെ ഒന്ന് ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ എന്താ ഒരു ഒതുങ്ങിയ ഫീൽ കിട്ടിയാൽ ഈ ഒരു സംഭവം എതിലേലും വഴി തിരിച്ചു വിടണം. എന്നിട്ട് ഒന്നും കൂടെ ക്ലീനാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് വലിയ ഷോ ഒന്നും ഉണ്ടാവില്ല. വലിയൊരു ഷോ എന്ന് പറയാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ല. എന്തായാലും ഈ ഒരു സൈഡിൽ നിന്നെല്ലാം നല്ലൊരു സംഭവം പോയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ ആ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സാധനം മാറ്റിയ സമയത്ത് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഈ ഒരു ചേസിൻ്റെ അവിടെ ഹോളായി പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമ്മുടെ താഴെയുള്ള സംഭവം ഗ്യാസ് വെൽഡ് ചെയ്തെടുത്തില്ലേ ഇവിടെയല്ലേ, അപ്പോൾ അതുപോലെ ഇവിടെയും വെൽഡ് ചെയ്ത് ഈ ഒരു സംഭവം ഫില്ല് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയാക്കാവുന്നതാണ്. അതിന് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പരിപാടീസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങോട്ട് ഫിനിഷായി വന്നിട്ടുണ്ട്. അപ്പോൾ അതന്നെയാണ്, അതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു സംഭവം എല്ലാം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് പ്രോപ്പറായിട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു രീതിക്കാണ് മൂന്നാമത്തെ ഹോൾ അടയ്ക്കേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ആദ്യം അടച്ച രീതിക്ക് അടച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണുമ്പോൾ ഒരു വൃത്തിയാണെങ്കിൽ അത് മൊത്തത്തിൽ അവിടുന്ന് പോകുന്നതല്ലേ നല്ലതെന്ന് കരുതിയിട്ടാണ് ഞാനത് മൂന്നും അതിൽ നിന്ന് എടുത്ത് കളഞ്ഞ് പൈപ്പിൻ്റെ ഭാഗം മാക്സിമം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്തത്. ചെയ്യുവാണെങ്കിൽ ഇതുപോലെ വൃത്തിക്ക് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. 3 ഹോളുകളും വൃത്തിയാക്കിയിട്ട് തന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചിലപ്പം ഫുൾ തേഞ്ഞാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്തതിൽ ഒരു പക്ഷേ തെറ്റുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അറിയുന്ന ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ആ ഒരു രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, അത് തമ്മിലുള്ള ലുക്കിൻ്റെ ആ ഒരു ഡിഫറൻസും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലുക്കൊക്കെ എങ്ങനെയുണ്ട്, ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടം, സാധനം വേണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് വലിയ മൈലേജ് കൂടുന്നുള്ള കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല. മെയിൻലി അത് വെച്ചെന്ന് പറയുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വണ്ടിയിലുള്ള ആ ഒരു സംഭവം നിങ്ങൾ പ്രോപ്പറായിട്ട്, ആ ഒരു ഫംഗ്ഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഊരിക്കളയണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം പൊല്യൂഷൻ അത്രയ്ക്ക് കുറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബെനിഫിറ്റ് അതുകൊണ്ടുണ്ട്. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊന്നുമില്ല, അതങ്ങനെ കമ്മട്ടം ഓടുവാണെങ്കിൽ നിങ്ങൾ അത് എടുത്ത് കളഞ്ഞെന്ന് കരുതിയിട്ടൊരു പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ലെന്നർത്ഥം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിക്കാണ് സോൾവ് ചെയ്തത്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയിട്ട് 3 ഹോളും സോൾവ് ചെയ്യാൻ മറക്കരുത്, 3 ഹോളും ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ സ്പ്ലെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളുടെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.